ഞാൻ ഇപ്പോൾ കുളിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും കുറച്ച് വർക്കൗട്ട് കൂടിയും ചെയ്തിട്ട് പോകാം, ഒരു 10 മിനിറ്റ് വർക്കൗട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട്. 10 മിനിറ്റ് എന്നാൽ നമുക്ക് എപ്പോഴും സമയമുണ്ടാവും അല്ലേ, നമുക്ക് എപ്പോഴും ടൈം ഉണ്ടാവും. നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്, ഇരിക്കൊന്നും വേണം. ഒരു വാമപ്പ് ചെയ്യാതെയോ. ഓക്കെ, കുളിക്കാൻ പോകാനായി കുറച്ച് സമയം നമ്മളിതിന് കളയാം. നമുക്ക് തോന്നുന്ന സമയമില്ല എന്നൊക്കെ വെറുതെ തോന്നും. വാമപ്പ് ഇനി വർക്കൗട്ട് നോക്കാം. ഇത് ഇരുന്ന് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഞാനിത് കഴിഞ്ഞിട്ട് ചെയ്തു തരും കേട്ടോ. നമ്മളൊരു നീന്തൽ വർക്കൗട്ട് ചെയ്തതാണ്, സ്വിമ്മിങ്. എല്ലാം ഓരോ മിനിറ്റോ അല്ല 45 സെക്കൻഡോ ചെയ്യാം. നീന്താണ്. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും. എന്തപ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാം. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അത് കുറക്കാൻ, ചില ആൾക്കാർക്ക് പ്രീ ഡയബറ്റീസ് എന്നാണ് സ്റ്റേജ് ഉണ്ട്. അവർക്ക് ചിലപ്പം ഡയബറ്റീസ് ആയിട്ടില്ല എന്നാൽ ഷുഗർ ഇങ്ങനെ കൂടാനായി നിൽക്കുന്നൊരവസ്ഥ. അതുപോലെ പ്രീ ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടിയിട്ടില്ല എന്നാൽ കൂടാനായി നിൽക്കുന്നൊരവസ്ഥ. അവർക്കൊക്കെ എന്ത് ചെയ്യണത്, ഇതുപോലത്തെ എക്സസൈസ് ചെയ്താൽ ആ പ്രീ ആയിട്ട് തന്നെ കിടന്നോളും, പിന്നെ അവരായിട്ട് ഡെവലപ്പ് ചെയ്യൂല. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ ചെയ്തെന്നുള്ളത് ഉറപ്പാക്കുക. ഇങ്ങനത്തെ എക്സസൈസ് ഓർന്നിങ്ങോട്ട് ഒരു കമ്പി എടുത്ത് വലിക്കുന്ന പോലെ എന്നിട്ട് ഒരു കാല് അടുത്ത മറ്റേ കാല് ഇതൊക്കെ നമ്മളതാ അപ്പർ ബോഡിക്കും ലോവർ ബോഡിയും വയറും എല്ലാം സജീവമായി വരിക, എല്ലാ മസിലുകളും സജീവമായി വരിക. ഇനി അടുത്ത് നമുക്കൊരു മാർച്ച് ഔട്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് കേട്ടോ, 10 മിനിറ്റ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇങ്ങോട്ട് കുറച്ചും കൂടി മൂവ് ചെയ്യാൻ, എന്നിട്ട് പഞ്ച് ചെയ്യാം. ചിലർ പറയും ഇതിലൊക്കെ തെറ്റുണ്ട് എന്തൊക്കെ പറയും. നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പെർഫെക്റ്റ് ആവാനൊന്നും കാത്തിക്കണ്ട, ഇംപെർഫെക്ഷനും ഓക്കെയാണ്. നട്ടെല്ലാം എപ്പോഴും നേരെ നിൽക്കാൻ വേണ്ടി നോക്കട്ടോ. നമുക്കൊക്കെ എപ്പോഴും കൊണ്ട് സ്ട്രെയിറ്റ്. ശ്വാസമുള്ളോട്ട് എടുത്ത് വിട്ടോളി. ഇപ്പോൾ ശ്വാസത്തുള്ളോടെ ഒരു സുഖമാണ്. കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ലെഗ് സ്ട്രൈറ്റ് എടുത്തിട്ട് കിക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, സ്ട്രൈറ്റ് ആക്കണേ. മുട്ട് മടക്കാതെ നോക്കുക. ഇനി കുറച്ചങ്ങോട്ട് വളഞ്ഞ് നിൽക്കുക വെച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. കാലിലേക്ക് എന്നെ തട്ടിക്കാൻ ശ്രമിക്കുക. അത് പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോഴും പറ്റുന്നില്ല, സത്യം പറയാം. ഈ ഒരു മൂവ് എനിക്കിപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞാൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. നോക്കെ കിക്ക്
ഇങ്ങനെ അങ്ങോട്ട് ആട്ടുക. കാല് വേണമെങ്കിൽ പൊക്കാം. ബ്ലഡ് ഷുഗറൊക്കെ മാനേജ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. സ്പ്രിൻ്റ്, നമ്മളൊരു ഓട്ട മത്സരത്തിന് പോവാം. ഫാസ്റ്റ് ആയിക്കോട്ടെ, ഒന്ന് ഫാസ്റ്റ് ആയിക്കോളെ, ഫാസ്റ്റ് ആയിക്കോളെ, ഫാസ്റ്റ് ആയിക്കോളെ. കാലൊന്ന് മാറ്റേ. നിങ്ങൾ ഫാസ്റ്റ് സ്ട്രോങ് ഓട്ട മത്സരം നടക്കുകയാണ്. മറിച്ച് ഇനി അടുത്ത് എനിക്കോട് കുറച്ചുകൂടി മൂവ് ചെയ്തിട്ട് പിന്നെ ഇവിടെ തീറ്റും. ഇങ്ങനത്തെ ഷോർട്ട് വർക്കൗട്ടുകൾ നമ്മൾ എടുക്കുക ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ഇത് വേണം ഇങ്ങനത്തെ ഈ വർക്കൗട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസം 2 നേരം ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു പഞ്ച് നമുക്ക് അടിയിക്ക് നോക്കി വന്നു. Oh. അടുത്തതെല്ലാം കൈ എടുക്കുക, ഇങ്ങോട്ടൊരു പഞ്ചെടുക്കുക. മാർച്ച് ചെയ്തു.
ഇനി നമുക്ക് ഓക്കെ പിന്നെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ച് വാമപ്പ് കൂടിയും ചെയ്യാം കേട്ടോ. വാമപ്പില്ല, ഇനി കുറച്ച് കൂൾ ഡൗൺ കൂടിയും ചെയ്യാം. ഓക്കെ.